നമുക്ക് ആദ്യം വയനാട്ടിലേക്ക് പോകണം. കഴിഞ്ഞ 2 ദിവസമായി നമ്മെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് വരുന്നത്. ദുരന്തഭൂമിയായി വയനാട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ തെരച്ചിൽ തടസ്സമാണ്. അവിടെ കഴിഞ്ഞ 2-3 ദിവസമായി കനത്ത മഴയാണ്. ഇന്നലെ തെരച്ചിൽ നടക്കുമ്പോഴും വലിയ മഴ അവിടെ ഉണ്ടായിരുന്നു. തുരങ്കപാത ദുരന്തത്തിൽ അന്വേഷണ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രി ഇന്നലെ 2 തരത്തിലുള്ള അന്വേഷണം, അതിൻ്റെ നിയമപരമായുള്ള വിഷയവും സാങ്കേതികമായ വിഷയത്തിലുമുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു മന്ത്രിസഭായോഗത്തിൽ. അതിനുശേഷമാണ് മുഖ്യമന്ത്രി വയനാട്ടിലെത്തുകയും പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തത്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈ 5 പേരും കമ്പനിയുടെ ജീവനക്കാരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുരങ്കപാതയുടെ 2 വശവും പരിശോധിച്ച ശേഷം മാത്രമേ ഇനി പ്രവർത്തനം ആരംഭിക്കൂ എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. തൽക്കാലം ഇതിന് നിർമ്മാണമൊക്കെ നിർത്തിവെച്ച ഒരു പശ്ചാത്തലമുണ്ട്. ടെക്നോ ലീഗൽ സ്റ്റഡി, നേരത്തെ പറഞ്ഞ പോലെ 2 തരത്തിലുള്ള അന്വേഷണം അത് പൂർത്തിയാക്കും. അതിൻ്റെ പഠനവും നടത്തും. പ്രതിപക്ഷം ഇന്ന് ദുരന്തബാധിത പ്രദേശത്തെത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരാണ് അവിടേക്ക് എത്തുക. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, 5 പേരുടെ വിവരം ലഭ്യമാകാനുണ്ട്. തെരച്ചിൽ ഇന്നിപ്പോൾ 3-ാം ദിവസത്തേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലം പ്രധാനമാണ്. എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ തെരച്ചിലിന് ഇപ്പോൾ വിഘാതമായിരിക്കുന്നത് 1 മഴയാണ്, 2 മണ്ണിടിയും എന്നുള്ള ഭീതി അവിടെയുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോഴും സ്പീഡിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് റെഡ് അലർട്ടാണ്. രാവിലെ മുതൽ നല്ല മഴ വയനാട് അനുഭവപ്പെടുന്നുമുണ്ട്. ഇത് ഇന്നത്തെ തെരച്ചിലിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാനാവുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു മഴ പെയ്യുമ്പോൾ അവിടെ അടിഞ്ഞുകൂടിയ മണ്ണ് അത് വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരവസ്ഥയാണെങ്കിൽ കൂറ്റൻ ഹിറ്റാച്ചി അല്ലെങ്കിൽ JCB എല്ലാം അവിടേക്ക് ഇറക്കി പരിശോധിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമായിരിക്കും. കാരണം ഇടിയുന്ന മണ്ണിലേക്ക് ഒരിക്കലും ഭാരമേറിയ ഈ വാഹനങ്ങൾ പൂർണ്ണമായിട്ട് ഇറക്കി പരിശോധിക്കാൻ കഴിയുകയില്ല. അത് വീണ്ടും ഒരു അപകടത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് അത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി മഴ തുടരുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അവസ്ഥ. ഇന്നിപ്പോൾ സോൺ 3 കേന്ദ്രീകരിച്ച് പരിശോധിക്കുമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് സാധ്യത ഇവരെ കണ്ടെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ 4 സോണാക്കി തിരിച്ചിരുന്നു. അതിൽ 1ഉം 2ഉം സോണുകൾ ആണ് ഇന്നലെയൊക്കെ പരിശോധിച്ചിരുന്നത്. ഇന്ന് സോൺ 3യും അതുപോലെ പുഴയിൽ ഒഴുകിപ്പോകാനുള്ള സാധ്യത തള്ളിക്കളയാതെ പുഴയിലും പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെയൊക്കെ ആ മണ്ണ് കൂടിക്കിടക്കുന്ന മേഖലകൾ മാത്രമായിട്ടായിരുന്നു പരിശോധനയെങ്കിൽ ഇന്ന് കുറെ കൂടി വ്യാപിച്ചു കിടക്കുന്ന ആ മേഖലയിലേക്ക്, പുഴയിലേക്കും അതോടൊപ്പം കുറച്ച് ദൂരെ ഉള്ള മേഖലകളിലൊക്കെ പരിശോധന നടത്താനാണ് ഇന്നത്തെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും പരിശോധന നടപടികൾ മഴ ഇതിന് തടസ്സമാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്ററും അടങ്ങുന്ന പ്രതിപക്ഷ സംഘം ഇന്ന് ഈ ഒരു ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം അവർ 11:30 മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. ഒരുപാട് വിവാദങ്ങൾ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയരുന്നുണ്ട്. ഈ ഒരു തുരങ്കപാതയ്ക്ക് തുരങ്കപാതയുടെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി അവർ മണ്ണ് നീക്കാത്തതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന തരത്തിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്ന ആക്ഷേപം. എന്തുകൊണ്ട് സർക്കാർ അവരെ കൊണ്ട് ചെയ്യിച്ചില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവർക്ക് നിർദ്ദേശം നൽകിയതുകൊണ്ട് മാത്രം സർക്കാരിൻ്റെ ജില്ലാ ഭരണകൂടത്തിന് പങ്ക് തീരുന്നില്ല. ആ നിർദ്ദേശം അവർ പാലിച്ചില്ലെങ്കിൽ അവർക്കെതിരെ കർശന നടപടി എടുക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല, എന്ത് നടപടിയാണ് അങ്ങനെ ഉണ്ടായത് എന്ന ചോദ്യമാണ് വ്യാപകമായിട്ട് ഉയരുന്നത്. ഒരു മണ്ണ് നീക്കണം എന്നൊരു നിർദ്ദേശം നൽകിയതുകൊണ്ട് മാത്രം സർക്കാർ നടപടി അവസാനിച്ചു എന്ന ആക്ഷേപമാണ് പ്രധാനമായിട്ടും. അതാണല്ലോ ഇപ്പോൾ ജില്ലാ ഭരണകൂടവും സർക്കാരും ഒക്കെ ഉയർത്തുന്ന ഒരു ന്യായം, അനുമോദ്. കാരണം നിർദ്ദേശം നൽകിയിരുന്നു, അത് ഉത്തരവായി തന്നെ ആ കാര്യങ്ങൾ അവരോട് ബോധ്യപ്പെടുത്തിയിരുന്നു. മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ്. പക്ഷെ അവർ അത് പാലിച്ചില്ല. അനുമോദ് പറഞ്ഞതുപോലെ അത് പാലിച്ചോ ഇല്ലയോ എന്നുള്ളത് നിരീക്ഷിക്കാനും അത് അവരെ കൊണ്ട് നടപ്പിലാക്കിയെടുക്കാനുമുള്ള അധികാരമുള്ള ഏജൻസിയാണ് ജില്ലാ ഭരണകൂടം, നമുക്കറിയാം. പക്ഷെ അവർ ആ ഉത്തരവിനപ്പുറം അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയതിനപ്പുറം മറ്റ് നിരീക്ഷണങ്ങളിലേക്ക് അവർ പോയില്ല എന്നുള്ളത് ദുരന്തത്തിൻ്റെ കാരണമായി. മറ്റൊന്ന്, ഇന്നലെ കമ്പനി നൽകിയ മറ്റൊരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മണ്ണൊലിച്ച് വന്നത് മാത്രമല്ല, ഉരുൾപൊട്ടലുണ്ടായി മനത്തിനുള്ളിൽ. അത് ഈ ദുരന്തത്തിന് കാരണമായി എന്നുള്ളതാണ്. അതും പ്രധാനമാണ്. ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉരുൾപൊട്ടലുണ്ടായോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ
എന്താണ് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിശാലമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. തീർച്ചയായും അതുതന്നെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ പറഞ്ഞത്. പെട്ടെന്ന് ആരെയും കുറ്റപ്പെടുത്താനല്ല, ഇതിലൊരു ടെക്നോ ലീഗലോ സ്റ്റഡി അത് കൃത്യമായി നടത്തണം. അതൊരു പാരിസ്ഥിതിക ആഘാതം അവിടെ കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നത് വ്യക്തമാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ വളരെ ഒരു സന്ദേശം അദ്ദേഹത്തിന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഞാൻ മുമ്പ് തന്നെ ഈ പദ്ധതിക്ക് മുൻപ് തന്നെ ഓരോ മേഖലയിലും മണ്ണ് കൃത്യമായി പരിശോധിച്ച് അവിടുത്തെ പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് തന്നെ മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്ന് പരിഹസിച്ചവരാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അന്ന് കൃത്യമായി നടപ്പിലാക്കാത്തത് ഇവിടെ ഒരു പ്രശ്നമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയാതെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇവിടെ കമ്പനിക്ക് അനുവാദം നൽകിയത് മുതൽ ഇവിടെ ഈ പദ്ധതി വേഗത്തിലാക്കാൻ വേണ്ടി ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പരോക്ഷമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അതിൽ തുടർച്ചയായിട്ട് തന്നെ വേണം ഈ കാര്യങ്ങൾ ചേർത്ത് വായിക്കുവാൻ. അതായത് കമ്പനി മണ്ണ് മാറ്റാത്തത് മാത്രമല്ല അവിടെ പ്രശ്നം വരുന്നത്. രഞ്ജിത്ത്, ഇവിടെ ആ ഒരു മലയുടെ ഇടിഞ്ഞ മലയുടെ താഴ്ഭാഗത്ത് മണ്ണ് നീക്കി അവിടെ സിമൻറ്റ് പ്ലാസ്റ്റർ ചെയ്ത് ഈ സാധാരണ ഉണ്ടാകുന്ന ജലം ഒഴുകിപ്പോകാൻ കഴിയാത്ത മണ്ണിൽ ഉറവയുണ്ടാകുമല്ലോ, ആ ഉറവ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മഴ ശക്തമായി പെയ്തതോടെ ആ ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ മലയ്ക്ക് ഉള്ളിൽ തന്നെ നിറയുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പുറത്തേക്ക് തള്ളുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ. അതായത് കൃത്യമായിട്ട് ആ ഒരു മേഖലയിലെ മണ്ണിൻ്റെ മലയുടെ സ്വഭാവം മനസ്സിലാക്കാതെ അത്തരത്തിൽ ഒരു സിമൻറ്റ് പ്ലാസ്റ്ററിങ് നടത്തിയത് അത് ഈ ഒരു അപകടത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഒന്നാമതായിട്ട് ഉയരുന്നത്. രണ്ടാമത് മാത്രമേ കൂടിക്കിടക്കുന്ന മണ്ണിൻ്റെ സാന്നിധ്യം അതെങ്ങനെ ഇതിനെ ബാധിച്ചു എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പറയണം. ഇത് കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ച ഉദ്യോഗസ്ഥരോടും വിദഗ്ധരോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു കാര്യം പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യവും വിരൽ ചൂണ്ടുന്നത് അത്തരത്തിലൊരു പഠനം നടത്തണം, കൃത്യമായിട്ട് ഒരു ടെക്നോളജിക്കൽ എക്സ്പേർട്സിനെ കൊണ്ട് തന്നെ അത്തരത്തിലൊരു പഠനം നടത്തിയിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. ആരെയും എടുത്തുചാടി കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും എന്ന് അദ്ദേഹം പറയുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സംഘം അവിടെ എത്തുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി സംഭവസ്ഥലത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രി എത്തി വിലയിരുത്തൽ നടത്തി. കളക്ടറേറ്റിലടക്കം യോഗം ചേർന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കരുത്. ഇപ്പോൾ ഈ പാതയുടെ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണല്ലോ അനുമോദ്. ഈ മണ്ണ് ഗതാഗത യോഗ്യമാക്കത്തക്ക വിധം മണ്ണ് പൂർണ്ണമായും ഈ പ്രദേശത്ത് നീക്കാനായോ? നാട്ടുകാർക്കൊക്കെ ഇപ്പോൾ കടന്നു പോകാനുള്ള സാഹചര്യമുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണല്ലോ ഇത്. ഒറ്റപ്പെടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട് മറുകരയിലുള്ളവർ പറ്റും. അതിൻ്റെ നടപടിക്രമങ്ങൾ എവിടെ വരെയായി? ഒപ്പം ഇപ്പോഴും മണ്ണ് കൂടിക്കിടക്കുന്നുണ്ട്, അത് ഒലിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം, അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ കൂടിക്കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അവിടെ ആളുകളെ പൂർണ്ണമായിട്ടും ആ മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതായത് ജനവാസം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരാശങ്കയില്ല. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ചൂരൽമലയിൽ നിന്ന് പുറത്തേക്കുള്ള ഏക വഴിയാണത്, ഏക മാർഗമാണത്. അപ്പോൾ വാഹനങ്ങൾ അവിടെ നിയന്ത്രിതമായ അളവിൽ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. അതായത് പ്രദേശവാസികൾക്കും നേരത്തെ കഴിഞ്ഞ ദിവസം അവിടെ കുടുങ്ങിപ്പോയവർക്ക് മാത്രമേ ഇപ്പോൾ അതുവഴി യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ. പ്രദേശവാസികളല്ലാതെ ടൂറിസ്റ്റുകൾക്കൊന്നും ഇപ്പോൾ ചൂരൽമലയിലേക്കും അട്ടമലയിലേക്കും ഒന്നും പോകാൻ കഴിയില്ല, ഈ ഒരു അപകട സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം അവിടെ ഉണ്ട്. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സിൻ്റെ ഒക്കെ സാന്നിധ്യം അവിടെയുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ആ പാലം വഴിയുള്ള ഗതാഗതമുള്ളത്. അവിടെ ആശങ്ക നൽകുന്ന തരത്തിൽ തന്നെയാണ് കൂടിക്കിടക്കുന്ന മണ്ണിൻ്റെ അവസ്ഥ. മഴ വീണ്ടും ശക്തമായി കഴിഞ്ഞാൽ അത് റോഡിലേക്കും ഈ പറയുന്ന പാലത്തിലേക്കും വരാത്ത രീതിയിൽ മണ്ണ് മാറ്റി അവിടെ സുരക്ഷിതമാക്കിയൊരു സാഹചര്യം തീർത്തിട്ടുണ്ടെങ്കിലും കൂടിക്കിടക്കുന്ന മണ്ണ് ആശങ്കയുണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് നീക്കം ചെയ്യുക അത്ര എളുപ്പമുള്ള സാഹചര്യമല്ല. ഇവിടെ പ്രധാനം ആളുകളുടെ ജീവന് കാഷ്വാലിറ്റി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ തരത്തിലുള്ള നടപടികൾ അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി
പാലത്തിൻ്റെ ബലക്ഷയം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അടുത്ത ഘട്ടത്തിൽ മാത്രമേ എന്താണെങ്കിലും സർക്കാരിൻ്റെ പരിശോധനാ പട്ടികയിൽ വരുന്നുള്ളൂ. കാരണം ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പരിഗണന 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ നിന്ന് അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു ദിവസം, വളരെ വിലപ്പെട്ട ഒരു ദിവസം ഇന്നലെ കാര്യമായിട്ടൊന്നും നേട്ടമുണ്ടാക്കാതെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഇന്ന് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന വ്യാപിപ്പിക്കുവാനാണ് ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട ആലോചന. അനുമോദാണ് അവിടെ തത്സമയം ചേരുന്നത്. ശക്തമായ മഴയുണ്ട്. ഇന്നലെ മഴയുണ്ടായിരുന്നു. ഇന്നും വയനാട്ടിലും കോഴിക്കോടും മലപ്പുറത്തും റെഡ് അലേർട്ടുണ്ട്. ഈ 3 ജില്ലകളിലും ശക്തമായ തീവ്ര മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റും അവധിയുണ്ട്. വയനാട് പോലെ ഒരു മേഖലയിൽ, ഇത്ര വൾണറബിളായ ഒരു മേഖലയിൽ ഇത്ര വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലെ അശാസ്ത്രീയതയാണ് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളുണ്ട്, അതൊക്കെ ലംഘിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടി വരും. അതിനുള്ള ശാസ്ത്രീയമായ പഠനങ്ങളിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇതിനൊക്കെ മുൻപ് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു, കൃത്യമായ ഇടപെടലുകൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ.